ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം കുറേ കാലം നമ്മൾ ചർച്ച ചെയ്തു. അതിൽ ഇപ്പോൾ ഏകദേശം താൽക്കാലികമായിട്ട് അത് അവസാനിച്ചു എന്ന് വിചാരിക്കും. പക്ഷെ നെതന്യാഹു വേറെ എന്തൊക്കെയോ പരിപാടികൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒടുക്കത്തെ പോരിനിറങ്ങാൻ പോവാണ് എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട്. എന്താ അതിൻ്റെ വിശദാംശം എന്താ? ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ചർച്ചകൾ പരാജയപ്പെട്ട കാര്യങ്ങൾ അറിയാമായിരിക്കുമല്ലോ. ട്രംപ് അങ്ങനെയാണ് ഇപ്പോൾ വിരളി പൂണ്ടത്. ആദ്യം ട്രംപിനെ വിരളി വിളിച്ചത് ഈ ഹമാസാണ്. മറുവശത്ത് പാലസ്തീൻ എന്ന രാഷ്ട്രം യാഥാർത്ഥ്യമാക്കുന്നത് വരെ തങ്ങൾ പോരാട്ടം തുടരുമെന്ന് ഹമാസ് അവരുടെ പ്രഖ്യാപനം അറിയിച്ചിരുന്നു. അപ്പോൾ ഇതിനെ തുടർന്ന് അതിശക്തമായിട്ടുള്ള തീരുമാനങ്ങളാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഗാസ മുനമ്പ് പൂർണ്ണമായിട്ടും തങ്ങൾ പിടിച്ചടക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഗാസയിലേക്ക് തങ്ങളുടെ സൈന്യത്തിന് പൂർണ്ണമായിട്ടുള്ള അധിനിവേശത്തിന് ഉള്ള ഉത്തരവ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ നെതന്യാഹു സൈന്യത്തിനോട്. അപ്പം നെതന്യാഹുവിൻ്റെ പ്രഖ്യാപനത്തിനെതിരെ ഇസ്രായേൽ അകത്തുനിന്ന് തന്നെ ശബ്ദങ്ങൾ ഉയരുന്നുണ്ട്. ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്കുള്ളിൽ നിന്ന് തന്നെ ചില എതിർപ്പുകൾ പ്രകടമായിരിക്കുന്നുണ്ട്. ഗാസ മുനമ്പ് പൂർണ്ണമായും പിടിച്ചടക്കാനുള്ള തീരുമാനത്തിന് മന്ത്രിസഭയുടെ പിന്തുണ തേടുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഗാസയിലെ സൈനിക നടപടികൾ അടിയന്തരമായി വിപുലീകരിക്കണം. ഗാസ മുനമ്പ് പൂർണ്ണമായും നമ്മുടെ അധിനിവേശത്തിൻ്റെ കീഴിലാക്കണം. നമ്മുടെ ബന്ദികൾക്കരികിലേക്ക് സൈനിക ഇടപെടലിലൂടെ കടന്നെത്തണമെന്നും നെതന്യാഹു പറഞ്ഞു. ഞങ്ങൾ ഗാസ മുനമ്പിൻ്റെ പൂർണ്ണമായ അധിനിവേശത്തിലേക്ക് കടക്കുകയാണ്. ഇസ്രായേൽ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് വലിയ തോതിൽ ലോകത്ത് ചലനം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇസ്രായേൽ മാധ്യമങ്ങളാണ് ഇപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ചൊവ്വാഴ്ച അടിയന്തര സുരക്ഷാ മന്ത്രിസഭാ യോഗം ചേരുമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പറയുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഗാസയുടെ പൂർണ്ണ അധിനിവേശത്തിന് ഇസ്രായേൽ പ്രതിരോധ സേന ചില എതിർപ്പുകൾ ഉയർത്തിയിരുന്നു. ബന്ദികളെ തടവിലാക്കിയിട്ടുണ്ടെന്ന് കരുതുന്ന പ്രദേശങ്ങളിലേക്കും സൈന്യം എത്തുന്നത് ബന്ദികളുടെ ജീവൻ അപകടത്തിലാകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ധാരാളം സൈനികർക്കും ജീവൻ നഷ്ടപ്പെടാൻ ഇടവരുമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് അവർ എതിർക്കുന്നത്. ഗാസ മുനമ്പിൻ്റെ പൂർണ്ണ അധിനിവേശത്തിന് വർഷങ്ങളെടുക്കും ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഗാസ മുനമ്പിൻ്റെ ഏകദേശം 75% ഭാഗം അത്രയും ഒരു പ്രദേശങ്ങൾ ഇപ്പോൾ ഇസ്രായേൽ സേനയുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണെന്ന് തന്നെ പറയാം. എന്നാൽ ഗാസയിലെ ബാക്കി 25% ഭാഗങ്ങളിലേക്ക് പൂർണ്ണമായ ഒരു സൈനിക അധിനിവേശത്തിനുള്ള ഒരുക്കങ്ങൾ അതിലേക്കാണ് ഇപ്പോൾ ഇസ്രായേൽ കടക്കുന്നത്. അവശേഷിക്കുന്ന ബന്ദികളുടെ ജീവൻ അപായപ്പെടുത്തുമെന്ന ഒരു മുന്നറിയിപ്പാണ് സൈന്യം മുന്നോട്ട് വയ്ക്കുന്നതെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് ഒട്ടും പ്രവചനാതീതമാണ് അതെല്ലാം. അപ്പോൾ ഹമാസിൻ്റെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും പൂർണ്ണമായി നീക്കം ചെയ്യണമെങ്കിൽ വർഷങ്ങളെടുക്കുമെന്നാണ് പ്രതിരോധ സേനയുടെ കണക്കുകൂട്ടൽ. അപ്പോൾ ഇതിനെ ഘടകവിരുദ്ധമായിട്ടാണ് നെതന്യാഹുയുടെ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. എന്നാൽ പ്രധാനമന്ത്രി നെതന്യാഹു ഇക്കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായം വെച്ച് പുലർത്തുന്നതിന് പല കാരണങ്ങളുണ്ട്. അതായത് അതിശക്തമായിട്ടുള്ള സൈനിക നടപടികൾ മാത്രമേ ഗാസ മുനമ്പിൽ രക്ഷിക്കാൻ നമുക്ക് മുന്നിൽ പോംവഴിയായുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. IDF ചീഫ് ഓഫ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഇയാൽ സമീർ എന്ന് പറയുന്ന ആൾ സമ്പൂർണ്ണ അധിനിവേശത്തിന് എതിരാണ് എന്ന വാർത്തകൾ ഇസ്രായേൽ മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. ഈ സമയം അത്തരമൊരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചാൽ തൻ്റെ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വരുമെന്നായിരുന്നു പ്രധാനമന്ത്രി അദ്ദേഹത്തിന് വാർണിംഗ് നൽകിയത്. അപ്പോൾ ഈ ഒരു സൈനിക നീക്കം IDF ചീഫ് ഓഫ് സ്റ്റാഫ് എതിർത്താൽ അദ്ദേഹം രാജിവെക്കേണ്ടി തന്നെ വരുമെന്നുള്ള സ്ഥിതിഗതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത്. ബന്ദികളെ പാർപ്പിച്ചിരിക്കുന്ന പ്രദേശങ്ങളിൽ പോലും സൈനിക ഓപ്പറേഷനുകൾ ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് സൂചിപ്പിക്കുന്നു. ചുരുക്കത്തിൽ ഇനി ഹമാസിനെതിരെ യാതൊരു വിട്ടുവീഴ്ചയുമില്ല എന്ന നിലപാട് ഇസ്രായേൽ ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുകയാണ്. അതിശക്തമായ സൈനിക നടപടികളിലൂടെ ഗാസ മുനമ്പിനെ തങ്ങളുടെ വരുതിയിലാക്കുക എന്ന അന്തിമ യുദ്ധത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. എല്ലാ ബന്ദികളെയും തിരിച്ചെത്തിക്കണമെന്നും യുദ്ധം അവസാനിപ്പിക്കണമെന്നുമാണ് തങ്ങളുടെ ആഗ്രഹമെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിദിയോൺ സർ ഇതിനിടയിൽ പറഞ്ഞിരുന്നു. പൂർണ്ണ അധിനിവേശം സംബന്ധിച്ച് ഇസ്രായേൽ മന്ത്രിസഭയിലും ചില ഭിന്നതകളുണ്ട് എന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗേവർ, മിലിറ്ററി സെക്രട്ടറി മേജർ ജനറൽ റോമൻ ഗോഫ്മാൻ, ക്യാബിനറ്റ് സെക്രട്ടറി UC ഫ്യൂക്സ് തുടങ്ങിയവരാണ് സൈനിക നടപടി വിപുലീകരിക്കുന്നതിനെ പിന്തുണയ്ക്കുന്നവർ. എന്നാൽ മറുവശത്ത് IDF ചീഫ് ഓഫ് സ്റ്റാഫ് നേരത്തെ പറഞ്ഞ ഇയാൽ സമീറിനോടൊപ്പം വിദേശകാര്യമന്ത്രി ഗിദിയോൺ സർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സാച്ചി ഗനബി, മൊസാദ് തലവനായിട്ടുള്ള ഡേവിഡ് ബാർണിയ, സൈന്യത്തിൻ്റെ ബന്ദി വിഷയങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന മേജർ ജനറൽ നിർസാൻ അലോൺ തുടങ്ങിയവർ വെടിനിർത്തൽ ചർച്ചകളുമായി മുന്നോട്ട് പോകണമെന്ന വാദഗതി ഉയർത്തുകയാണ്. എന്നാൽ ഇതിനിടയിൽ IDF ചീഫ് ഓഫ് സ്റ്റാഫ് തിങ്കളാഴ്ച അമേരിക്കയിലേക്ക് നടത്താനിരുന്ന യാത്ര പെട്ടെന്ന് റദ്ദ് ചെയ്തു. ആദ്യമായാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി സ്ട്രിപ്പ് അധിനിവേശം എന്ന വാക്ക് തൻ്റെ
സംഭാഷണങ്ങളിൽ ഉൾപ്പെടുത്തുന്നത്. ഇത് പൂർണ്ണ അധിനിവേശത്തിനുള്ള ഇസ്രായേൽ നീക്കമാണെന്ന് ലോകമാധ്യമങ്ങൾ പറയുന്നു. സ്ട്രിപ്പിലെ ഈ ദശലക്ഷക്കണക്കിന് താമസക്കാർക്ക് ഇനി ഈ ആക്രമണം ഏത് തരത്തിലാണ് ബാധിക്കുക എന്ന സംശയം ലോകമാധ്യമങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. യുദ്ധ ശ്രമങ്ങൾ എങ്ങനെ ഏകോപിപ്പിക്കണം എന്ന കാര്യത്തിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇതിനിടയിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് IDF-നോട് ആവശ്യപ്പെട്ടു. US സെൻട്രൽ കമാൻഡ് മേധാവിയുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാനും പെൻറ്റഗണിലെ US ഉദ്യോഗസ്ഥരായി ജൂത ഗ്രൂപ്പുകളുടെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്താനുമാണ് IDF ചീഫ് ഓഫ് സ്റ്റാഫ് അമേരിക്കൻ യാത്ര പ്ലാനിട്ടിരുന്നത്. ഇക്കഴിഞ്ഞ ആഴ്ച മുഴുവൻ ഗാസ മുനമ്പിന്റെ അധിനിവേശം എങ്ങനെ സൈനിക നടപടികളിലൂടെ ലക്ഷ്യം കാണാം എന്നതിനെക്കുറിച്ചായിരുന്നു നെതന്യാഹുവിന്റെ ചർച്ചകൾ. മന്ത്രിസഭയിലെ വിവിധ അംഗങ്ങളുമായി പ്രമുഖരുമായി പ്രധാനമന്ത്രി ഇക്കാര്യങ്ങൾ വിശദമായി ചർച്ച നടത്തിയിരുന്നു. പൂർണ്ണ അധിനിവേശം എന്ന ലക്ഷ്യം കൈവരിക്കണമെങ്കിൽ ഇസ്രായേൽ സൈന്യം ഇതുവരെ പ്രവേശിച്ചിട്ടില്ലാത്ത ഗാസ മേഖലയിലെ പ്രദേശങ്ങളിലേക്ക് കൂടി വിന്യസിക്കേണ്ടതായിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇവിടെയാണ് ബന്ദികളെ തടവിലാക്കിയിട്ടുള്ള ഭീതി നിലനിൽക്കുന്നത്. അപ്പോൾ ഹമാസുമായിട്ടുള്ള ചർച്ചകൾ പ്രതിസന്ധിയിലായതോടെ ഗാസ മുനമ്പിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുക എന്ന ഒറ്റ പോംവഴി മാത്രമേ ഉള്ളൂ എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുന്ന ഒരു സമഗ്ര ചട്ടക്കൂടിനാണ് US മുൻകൈയെടുത്ത് ചർച്ചകളുമായി മുന്നോട്ട് പോയത്. എന്നാൽ ഇതുമായി ഹമാസിന്റെ സഹകരണം വളരെ കുറവായിരുന്നു. ബന്ദികളെ തിരികെ കൊണ്ടുവരുന്നതിനും യുദ്ധം അവസാനിപ്പിക്കുന്നതിനുമുള്ള ഒരു സമഗ്ര കരാറിനാണ് US രൂപം കൊടുത്തത്. ഇനി യാതൊരു വിധത്തിലും ഒരുവിധ ഭാഗിക കരാറുകളിലും ഉണ്ടാകില്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു. ഇസ്രായേലും US ഒരുപക്ഷെ ചില ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ളൊരു ചട്ടക്കൂടിൽ നിന്ന് എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുന്ന കൃത്യമായ കരാറിലേക്ക് കാര്യങ്ങൾ ചൂടുമാറ്റി. ഹമാസിന്റെ നിരായുധീകരണമാണ് തങ്ങളുടെ പൂർണ്ണ ലക്ഷ്യമെന്ന് ഇസ്രായേൽ പറയുന്നു. എന്നാൽ പാലസ്തീൻ രാഷ്ട്രം യാഥാർത്ഥ്യമാക്കുന്നത് വരെ തങ്ങൾ പോരാട്ടം തുടരുമെന്ന് ഹമാസും ഇതിനിടയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. യുദ്ധത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ ഘട്ടമായിട്ടുള്ള വെടിനിർത്തൽ കരാറുകളായിരുന്നു നിലവിൽ വന്നത് എങ്കിൽ ഭരണാധികാരി എന്ന നിലയിൽ നിന്നും ഒരു സൈനിക പോരാളി എന്ന നിലയിലാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിനെ ലോകം നോക്കിക്കാണുന്നത്. ഗാസ കീഴടക്കാനുള്ള ഉദ്ദേശങ്ങളെക്കുറിച്ച് ഹമാസ് ചില പ്രതികരണങ്ങൾ നടത്തി ഇസ്രായേലിന്റെ ഭീഷണികൾ ഇപ്പോൾ ആവർത്തിച്ചിട്ടുള്ളതാണ്. അതിവിടെ വിലപ്പോകില്ല എന്നതൊക്കെയായിരുന്നു ഹമാസിന്റെ നിലപാട്. ഹമാസ് ഇനി ഒരിക്കലും ഇസ്രായേലിന് ഭീഷണി ആവില്ല എന്നുള്ള അനുഭവ പരിചയം മുൻനിർത്തി തങ്ങൾക്ക് പറയാൻ കഴിയുന്നതെന്ന് മുൻ സൈനിക ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. ഈ കാര്യങ്ങൾ തുറന്നെഴുതി അവർ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് ഒരു കത്ത് കൈമാറിയിരുന്നു. ബലപ്രയോഗങ്ങളുടെ സാധിക്കാമായിരുന്ന എല്ലാ യുദ്ധലക്ഷ്യങ്ങളും ഇസ്രായേൽ കൈവരിച്ചു. ഹമാസിന്റെ സൈനികശേഷി ഉന്മൂലനം ചെയ്യാനും ഇസ്രായേലിന് കഴിഞ്ഞു. അവരുടെ ഭരണ സംവിധാനം പൂർണ്ണമായി തകർത്തു. ബന്ദികളെ മടക്കിക്കൊണ്ടുവരിക എന്ന സുപ്രധാനമായിട്ടുള്ള മൂന്നാം ലക്ഷ്യം മാത്രമാണ് ഇനി കരാറിലൂടെ നേടിയെടുക്കാൻ കഴിയൂ. 23-ാം മാസത്തിലേക്ക് കടക്കുന്ന ഗാസയിലെ യുദ്ധം മറ്റൊരു തലത്തിലേക്ക് കടക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ നെതന്യാഹുവിൻ്റെ ഓഫീസ് പറഞ്ഞു വയ്ക്കുന്നത്. തുടക്കത്തിൽ ഈ യുദ്ധം സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള നീതിപൂർവമായിട്ടുള്ള ഒന്നായിരുന്നു. എന്നാൽ സൈനിക ലക്ഷ്യങ്ങളെല്ലാം നേടിയതിനു ശേഷവും അത് തുടരുന്നത് നീതിയുക്തമല്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിക്കെതിരെ ഇസ്രായേലിൽ നിന്ന് തന്നെ വിമർശനങ്ങൾ വരുന്നുണ്ട്. മറുവശത്ത് ഗാസയിലെ പട്ടിണി മരണങ്ങളാണ് ലോക സോഷ്യൽ മീഡിയകളിൽ ഇപ്പോൾ നിറയുന്നത്. ജനം ഇത്രയധികം പട്ടിണി കിടക്കുമ്പോൾ ഇനിയെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിച്ചുകൂടെ എന്ന് ജനങ്ങൾ ചോദിക്കുന്നു. ബന്ദികളെ വിട്ടുകിട്ടുന്നതുവരെ സൈനിക നടപടികൾ തുടരുമെന്ന നിശ്ചയത്തിലാണ് ഇസ്രായേൽ. പലസ്തീൻ രാഷ്ട്രത്തെ തങ്ങൾ അംഗീകരിക്കുമെന്നാണ് ഇതിനിടയിൽ ഫ്രാൻസും UK ഒക്കെ വ്യക്തമാക്കുന്നത്. ഒരു പടി കടന്ന ഓഗസ്റ്റ് മാസത്തിൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് ഫ്രാൻസിന്റെ പ്രഖ്യാപനം. എന്നാൽ ഹമാസ് ഭരിക്കുന്ന ഗാസ മുനമ്പിനെ ഒരു പാലസ്തീൻ രാഷ്ട്രമായി അംഗീകരിക്കാൻ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് കഴിയില്ല എന്ന് ഇസ്രായേൽ കണക്കുകൂട്ടുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ നെതന്യാഹു ശിരസ വഹിക്കുന്നതെന്ന് വ്യക്തം. തന്റെ ആജ്ഞകൾക്ക് വിധേയമായി ഒരു വെടിനിർത്തൽ കരാറിന് ഹമാസ് സമ്മതിക്കാത്തതാണ് ട്രംപിനെ ഇത്രയധികം ചൊടിപ്പിച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.